സർക്കാരിനെതിരെ ഇടതുപക്ഷ സംഘടനയായ CITU സമരത്തിലേക്ക്. കലവൂരിലെ പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിന്റെ ഉൽപാദന പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് സമരം. 33 കോടിയിലധികം രൂപയാണ് സർക്കാർ KSDPക്ക് നൽകാനുള്ളത്. ആരോഗ്യമേഖലയിലെ അടുക്കള എന്ന വിശേഷണത്തോടെയാണ് സർക്കാർ പൊതുമേഖലാ ഔഷധ നിർമ്മാണം സ്ഥാപിച്ചത്. എന്നാൽ ഏറെ നാളായി തുടരുന്ന KSDPയിലെ ഉൽപാദന പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. ഉൽപാദന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഭരണകക്ഷി സംഘടന CITU പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഈ സ്ഥാപനത്തിൽ വെള്ളമില്ല, വെളിച്ചമില്ല, തൊഴിലാളികൾക്ക് ശമ്പളമില്ല. ശമ്പളം കിട്ടാത്ത തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ മാത്രയിൽ തന്നെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിന് പണവും ഓർഡറും എല്ലാം വാരിക്കോരി തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നത്. അത് വന്ന് കഴിഞ്ഞ വർഷമായപ്പോൾ 120 കോടി രൂപ കേരളത്തിലെ ഈ KSDPയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഓർഡറായിട്ടുള്ള 120 കോടി രൂപയുടെ ഓർഡർ വരെ ചെയ്തു കൊടുത്തു. പക്ഷേ ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ട് ഒരു രൂപയുടെ ഓർഡർ പോലും ഈ സ്ഥാപനത്തിന് തരുന്നില്ല. കഴിഞ്ഞ വർഷം കേരള മെഡിക്കൽ സർവീസിന് മരുന്ന് നൽകിയ വകയിൽ 33 കോടിയിലധികം രൂപ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് കിട്ടാനുണ്ട്. ഇത് മുടങ്ങിയെന്ന് മാത്രമല്ല, നിലവിൽ പുതിയ ഓർഡറുകൾ നൽകുന്നതും അവസാനിച്ചു. ഇതോടെയാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമായത്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സ്വകാര്യ മേഖലയിലെ മരുന്ന് നിർമ്മാണ കമ്പനികളുമായി ഒത്തുചേർന്ന് KSDPയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.